നാരായണ. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നന്നായിട്ട് വരട്ടെ. ജയ് നരസിംഹ, ശ്രീ നരസിംഹ, ലക്ഷ്മി നരസിംഹ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓ ജയ് ശ്രീറാം. ഒരു നായത്തിന് പഴയ ഒരു വിഗ്രഹം കണ്ടെടുത്തു എന്ന് പറഞ്ഞു. യൂട്യൂബിലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ക്ഷേത്ര സ്ഥലഭൂമിക്ക് ഒരു തത്താനല്ലോ. അക്കാലത്ത് ഈ ഒരു ഇത് സെറ്റ് ഉണ്ടാക്കിയിട്ട് അവിടെ പൂജ ചെയ്ത് വന്നായിരുന്നു. പിന്നെ ഇപ്പം ഇങ്ങോട്ട് ബാലാലുണ്ടാക്കിയിട്ട് അവിടെ ചെയ്താൽ ഇനിയിപ്പോൾ ക്ഷേത്രമായി വരണോ കുറച്ച്. ഓഹോ, ഇത് ഇപ്പോൾ ഇത് എപ്പോഴാണ് ഇവിടെ പ്രതീക്ഷിച്ചത്? എപ്പോഴാണ്? ഇതിപ്പോൾ ഒരു വർഷമായി. ഒരു വർഷമായി. ശരി. ആടെ സെറ്റിൽ ഇതിലൊക്കെ ഒരു ഫോട്ടോ വെച്ചിട്ട് ആദ്യം ചെയ്താൽ വിഗ്രഹമൊക്കെ ആക്കിയപ്പോഴും കുറച്ചായിട്ട്. നല്ലൊരു ചൈതന്യമുണ്ട്. ശരി, അപ്പോൾ എല്ലാവരും മുമ്പോട്ട് വരും. ഇല്ല, നമ്മളങ്ങോട്ട് വരണോ? എല്ലാവരും ഇങ്ങോട്ട് താഴെ ഇരിക്കാൻ പറ്റില്ലേ? താഴെ പായൊന്നുമില്ലേ? എല്ലാവരും ഇങ്ങോട്ട് നിന്നാൽ മതി. പായൊന്നുമില്ല. ശരിക്കും നിലത്തല്ലേ? കുഴപ്പമില്ല. പണ്ട് നമ്മൾ ഇരിക്കുമ്പോൾ എല്ലാവർക്കും ഇരിക്കാൻ മടി ഇപ്പോഴല്ലേ? പുല ഉണ്ടോ? അപ്പോൾ റൈറ്റ്. അപ്പോൾ വെയിറ്റ് ചെയ്യും. അതിട്ടിരിക്കൂ. അപ്പോൾ നല്ല അന്തരീക്ഷം, സൂപ്പർ. നല്ല ഇവിടെ ധ്യാനം ചെയ്യാൻ ബെസ്റ്റ് പ്ലേസ് ഇല്ലേ? ധ്യാനം താനായിട്ട് വരും. കൊതുകടി ഉണ്ടോ? ഇല്ലല്ലോ. അയ്യോ, അപ്പോൾ നല്ല ഇത് സ്വർഗമാണ്. നിങ്ങളെല്ലാം ഭാഗ്യം ചെയ്തവരാണ്. പക്ഷെ നിങ്ങൾക്ക് ധ്യാനം ചെയ്യാൻ മാത്രം സമയം കിട്ടില്ല എന്ന് തോന്നുന്നില്ലേ? അതാണ് പ്രശ്നം. ഏതായാലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ, അതായത് അവിടെ ഞാൻ മദ്രാസിൻ്റെ അടുത്തൊരു ക്ഷേത്രമുണ്ട്. ഇതേ കുന്നിൻ്റെ മുകളിൽ, ഇതിനെക്കാട്ട് കുറച്ച് വലിയ കുന്നാണ്. അതിലൊരു ലക്ഷ്മി നരസിംഹറുണ്ട്. അവിടെ പോയി ഞാൻ എന്ന് ബുധനാഴ്ച തോറും അവിടെ പോയി ഹരേ രാമ ഹരേ കൃഷ്ണ നിറയെ പറയും കേട്ടോ. അവിടെ ഒരു ഇയാളായിരുന്നു, ഒരു ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള ഒറീസ ഉള്ള പൂജാരിയായിരുന്നു. അവിടെ അയാളും നന്നായിട്ട് പറയും. നമ്മളങ്ങനെ നിറയെ നേരം പറഞ്ഞ് ചുരുക്കം പറഞ്ഞാൽ വൈകുന്നേരം പോയാൽ രാത്രി വരെ ഞാൻ അവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട ദൈവമാണ് അത് ലക്ഷ്മി നരസിംഹർ. പല അത്ഭുതങ്ങളെല്ലാം അവിടെ ഞാൻ കണ്ടതാണ്. ചുരുക്കം പറഞ്ഞാൽ ആ ലക്ഷ്മി നരസിംഹ ജയന്തിക്ക് ഒരു ഗരുഡൻ വന്ന്, അത് ആദ്യമായിട്ട് കണ്ടാണ് ഞാൻ. ഗരുഡൻ വന്ന് അങ്ങനെ സ്റ്റില്ലായിട്ട്, അതായത് അങ്ങനെ ചിറകൊന്നും അടിക്കാതെ അങ്ങനെ അവിടെ നിൽക്കും. നമ്മുടെ മല ചുറ്റി വരുന്നത് വരെ അവിടെ നിൽക്കും. അത് വലിയൊരു അതിശയം. ആദ്യം അത് നമ്മുടെ എന്തോ ഇതെന്ന് വിചാരിച്ചു. പിന്നെ അന്വേഷിച്ചതാണ് ആക്ച്വലി അത് വന്ന് നിദ്രയിൽ യോഗ സ്റ്റേജിലിരിക്കുകയാണെന്ന് കേട്ടോ. മറ്റേ ഇതെല്ലാം പറഞ്ഞ് ചിറകടിച്ചെല്ലാം പറഞ്ഞു പോലെ ഇതങ്ങനെ സ്റ്റഡിയായിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ എല്ലാ ജയന്തിക്കും അതുപോലെയൊക്കെ കാണും. അതാണ് കാര്യം. ഒരു ജയന്തിക്ക് മാത്രം അത് വന്നില്ല. അപ്പോൾ എനിക്ക് വിഷമമായി. അതെങ്ങനെ എല്ലാ ജയന്തിക്കും കറക്റ്റ് ആ സ്ഥലത്ത് വന്ന് ഇങ്ങനെ നമുക്ക് ദർശനം തരുമല്ലോ, ഇത്തവണ വന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്ത് പ്രശ്നമായി? എന്ത് പ്രശ്നമായി? ആ ദിവസം 2 ദിവസം ആയതുകൊണ്ട് ഇവർ വെച്ച് ഒരു ദിവസത്തിൽ അഡ്വാൻസാണ് വെച്ചു. അപ്പോൾ അത് ഭഗവാൻ ഇഷ്ടപ്പെട്ടില്ലേ അറിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, അടുത്ത ഇതിൽ പോകുമ്പോൾ എനിക്ക് ദർശനം തന്നു. അത് ദർശനം എന്ന് വെച്ചാൽ ഞാൻ പടി കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പടി കയറിയിരിക്കുമ്പോൾ പെട്ടെന്ന് തലയ്ക്ക് മുകളിൽ നോക്കിയാൽ ഗരുഡൻ പറക്കുകയാണ് കേട്ടോ. അയ്യോ, എനിക്ക് ഞാൻ ഇത് ജയന്തിക്ക് കണ്ടില്ലല്ലോ, കാണാൻ പറ്റിയില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് വന്നു കാണിച്ചു. അങ്ങനെ ഞാൻ തൊഴുത് കണ്ണെടുക്കുമ്പോൾ പിന്നെ എവിടെ പോയെന്നറിയില്ല. അത്ഭുതമാണ്. ഞാൻ ഇങ്ങനെയെല്ലാം നോക്കിയാൽ അത് എവിടെ പോകാൻ അത്ര ക്വിക്കായിട്ട് എങ്ങനെ പോയെന്ന് ഒരു പിടിയില്ല. അതുകൊണ്ട് ലക്ഷ്മി നരസിംഹർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര. അതുപോലെ അവിടെ ഇത് പാട്ടിനെ വന്ന് ഞാൻ ഭജനയെല്ലാം പാടും. ഭജന ചുമ്മാ നമ്മൾ വലിയ ഭജനയൊന്നും പാടാറില്ല. എന്നാലും പാടുമ്പോൾ ഇതൊക്കെ ഇതുണ്ടല്ലോ, ആരത്തി, മറ്റേ ഗംഗ ആരത്തി. എന്താണ് ആരത്തി എങ്ങനെയാണ് ഗംഗ ആരത്തി പറയുന്നത്? ഓം ഓം ജഗദീശ ഹരേ
സ്വാമി ഓം ജഗദീശ ഹരേ ജൈ നരസിംഹ ശ്രീ നരസിംഹ ലക്ഷ്മി നരസിംഹ ഓം ലക്ഷ്മി നരസിംഹ. അങ്ങനെ ഞാൻ മാറ്റി കേട്ടോ. അതെല്ലാം ഇഷ്ടപ്പെട്ടു ആളുകൾക്ക്. അങ്ങനെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭഗവാനാണ്. പല അത്ഭുതങ്ങൾ ഞാൻ അവിടെ തന്നെ കണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഉഗ്രമൂർത്തിയായതുകൊണ്ട് അതല്ല, അവിടെ ഇന്നൊരു ഞാൻ മദ്രാസിലായിരുന്നു. ഒക്കെ ജനിച്ചു വളർന്നെല്ലാം തമിഴ്നാടാണ്. 37 കൊല്ലം മദ്രാസായിരുന്നു. അവിടെ അരക്കോണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വന്ന് വലിയൊരു ഇതാണ് വിശേഷമായിട്ടുള്ള ആഞ്ചിലാണ്. അവിടെ എല്ലാം വന്ന് നോക്കിയാൽ ഈ പ്രേതബാധ കൂടിയവരെല്ലാം പടി കയറാൻ പറ്റില്ല. അതുവരെ അവർ വരും. പടി ചവിട്ടിയ ഉടനെ 4 പേർ പിടിച്ചാലേ അവർ അകത്ത് കൊണ്ടുപോകും. എത്രയും കാണുന്നത് ഭഗവാൻ ഇല്ല എന്ന് പറയുന്നതെല്ലാം മഠയന്മാരാണ്. അത് നമ്മൾ അവിടെ പോയി കാണാം കേട്ടോ. ചോറ്റാനിക്കരി കാണാം, ചോറ്റാനിക്കരി കാണില്ലേ, നല്ല വല്ലതും കാണും. ആ സമയം അഭിഷേകം നടക്കുമ്പോൾ എല്ലാവരും അല്ല, ആർക്കെല്ലാം ബാധ ഉണ്ടോ. അതുപോലെ ഈ ഹനുമാൻ്റെ അവിടെ പടി കയറാൻ വിടില്ല കേട്ടോ. പിന്നെ പിടിച്ച് തൂക്കിക്കൊണ്ടുപോയാലേ പറ്റുള്ളൂ. അകത്ര ഒരു ശക്തി ആണ് ആ ഒരു. അപ്പോൾ ലക്ഷ്മി നരസിംഹർ ഇപ്പോഴും വന്ന് നമ്മുടെ ഈ കലികാലത്തിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഉഗ്രദൈവമാണല്ലോ. വിളി കേട്ട് നമ്മുടെ ഉടനെ രക്ഷിക്കാൻ ഒക്കെ ഒരു അങ്ങനെയുള്ള ഒരു ഭഗവാനാണ്. ശരിക്കും വിളിക്കണം, അതാണ് പോയിന്റ്. വിളിച്ചാൽ ഉണ്ട്. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നും, പക്ഷേ ഇവിടെ നല്ല അമ്മമാരെല്ലാം നല്ല ശബരിമലയ്ക്ക് പോകണോ, ശബരിമല, വെരി ഗുഡ്, സന്തോഷം കേട്ടോ. അപ്പോൾ പൊതുവേ നമുക്കെല്ലാം എന്തോ എൻ്റെ അഭിപ്രായത്തിൽ എസ്പെഷ്യലി ഞാൻ ഇവിടെ ഇങ്ങോട്ട് കോഴിക്കോട് ഡിസ്ട്രിക്റ്റ് എല്ലാം നോക്കുമ്പോൾ ആളുകൾക്കെല്ലാം ഭക്തി വളരെ കുറവാണ് കേട്ടോ, ഭയങ്കര കുറവാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ LDC ഇത്രവരെല്ലാം കാണുന്ന സന്തോഷമുണ്ട്. എല്ലാവരും ഭൗതികത്തിൽ അങ്ങനെ കിടന്ന് അലയുകയാണ്. ഓക്കെ, എല്ലാം ഒരു സുഖഭോഗികളായിട്ട് അല്ലേ. ഇവിടെ എല്ലാത്തിനും വന്ന് ഇപ്പോൾ വീട് കൂടുതലായാലും ഉടനെ അവിടെ ബിരിയാണി, ഇത് ഓണമായാലും ബിരിയാണി, ഇതെല്ലാം നമ്മൾ ചരിത്രത്തിൽ കേൾക്കാത്ത സംഗതിയാണ് കേട്ടോ. സോ അതുകൊണ്ട് ആണ് ഞാൻ കാണുന്ന ഒരു അതിശയം. ഇവിടെ ജനങ്ങൾ ഒരു സമുദായം നന്നായി ഉയർന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഹിന്ദു സമുദായം അല്ലേ, അതല്ലേ സത്യം. ഞാൻ വന്ന് കണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നടക്കുന്നു എന്ന് ഇങ്ങോട്ട് വരും. എന്തിനാ അവിടെ പറ്റില്ലേ? ഓ അങ്ങനെയോ, ആ ശരി 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 ശരി. അപ്പം ഞാൻ അങ്ങോട്ട് വരട്ടെ? ഓക്കെ. അപ്പോഴെന്താണെന്ന് വെച്ചാൽ ഇതാണ് കാര്യം. അപ്പോൾ ഇവിടെ ഞാൻ ആരോ പറഞ്ഞാണ്, നമുക്ക് വന്ന് വാസ്തവത്തിന് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കിട്ടും. ആരും ജനിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വലിയ ധനമില്ലാതെ ഒരു പൂവർ ഫാമിലിയിലായിരിക്കും, അല്ലെങ്കിൽ വേറെ പല പ്രശ്നങ്ങളോട് ജനിച്ച് ചിലപ്പം അതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇതെന്തുകൊണ്ടാണ് ചില രഹസ്യങ്ങൾ അറിയാത്തതുകൊണ്ടാണ് ഇന്ന് മനുഷ്യർ കഷ്ടപ്പെടുന്നത്. ഇപ്പോൾ അത് പറയുകയാണ് എൻ്റെ ഉദ്ദേശം കേട്ടോ. നിങ്ങളെല്ലാം സ്വന്തം ജീവിതത്തിൽ സന്തോഷമായിട്ടും സമാധാനമായിട്ടും നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കൂടെ ഇരിക്കുന്നവരും ഇരുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സമാധാനമായിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് ആദ്യം എൻ്റെ ചരിത്രം പറഞ്ഞിട്ട് അങ്ങോട്ട് മറ്റേ കാര്യങ്ങൾ പറയാം കേട്ടോ. ഞാൻ വന്ന് എനിക്ക് മദ്രാസിലായിരുന്നു, നല്ല പണിയിലായിരുന്നു. അത് കുടുംബം എല്ലാം ഉണ്ട്. ഓക്കെ, ഭാര്യ, ഒരു മകളുണ്ട്. മകൾ വലിയൊരു കമ്പനി സെക്രട്ടറിയാണ്. ഭർത്താവ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. എൻ്റെ ഭാര്യ ഒരു സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയിയാണ്. അങ്ങനെ എല്ലാം ശരിക്കും പോയി, നല്ല ഉദ്യോഗം, നല്ല പേര്, പ്രസിദ്ധി, അങ്ങനെ എല്ലാം ഇരിക്കുകയായിരുന്നു കേട്ടോ. ഓ ഭഗവാൻ സാന്നിധ്യം ഉണ്ടെന്ന് അർത്ഥം കേട്ടോ. സത്യം എന്ന് പറഞ്ഞുണ്ടോ, ഇതെൻ്റെ ജീവിതത്തിൽ പല സംഭവങ്ങളിൽ നടന്ന കാര്യം. ഗരുഡശാസ്ത്രമല്ല, മറ്റേ ഇത് ഗൗളിശാസ്ത്രം എന്ന് പറയുമല്ലോ. അത് പലപ്പോഴും ഞാൻ വന്ന് വല്ല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് പലപ്പോഴും ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞിട്ട് നമ്മൾ പഴയ കഥ വരാം. ഞാൻ മലാപ്പറമ്പ് ആശ്രമത്തിൽ, ശ്രീരാമാനന്ദ ആശ്രമത്തിൽ ഇരിക്കുമ്പോൾ ഒരാൾ 2 പേര് വന്നു. ഒരു ഷാജി, സദാനന്ദൻ, 2 പേര് വന്നു. വന്ന് ഇപ്പോൾ നിങ്ങൾ ഇരിക്കുമ്പോൾ എൻ്റെ കാലിൻ്റെ താഴെ വന്നിരുന്നു. ഞാൻ പറഞ്ഞു ചെറിയിരിക്കും. ഇരിക്കുക താഴത്തിന്.
ശരി, എന്താണ് വന്ന ഉദ്ദേശം വെച്ചാൽ എനിക്കിപ്പോഴും വന്ന് നിങ്ങളുടെ സ്വാമി എനിക്ക് വന്ന് ദീക്ഷ തരണം, മന്ത്രദീക്ഷയാണ്. ഞാൻ പറഞ്ഞു ഈ പരിപാടിയെല്ലാം ചെയ്യാറില്ല. അതല്ല അല്ല ചെയ്ത് തന്നെ ആവണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരേ നിർബന്ധം. അവർക്ക് എന്തോ അതായത് എന്തോ അവർ വലിയ എനിക്ക് അവർക്ക് തോന്നി മന്ത്രദീക്ഷ വാങ്ങിച്ചാലേ ശരിയാവുള്ളൂ. ആ കാരണം എന്തെന്ന് പറയാം, അതിൽ വലിയ കാരണമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഈ പരിപാടിയെല്ലാം ഞാൻ ചെയ്യാറില്ല, അതൊക്കെ നിങ്ങൾ ഗുരുദേവനെ തോന്നിയിട്ട് ഇല്ല ഒരു നിർബന്ധിച്ചു. അപ്പോൾ ഒരു കാര്യം ഞാൻ അവിടെ ഞാൻ ഇതുവരെയും ഈ ഗൗരി ശബ്ദം കേട്ടിട്ടേ ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് 2 മിനിറ്റ് ധ്യാനം ചെയ്യാം. ധ്യാനം ചെയ്യുമ്പോൾ ഗൗളി ശബ്ദം ഇട്ടാൽ അതിൻ്റെ അർത്ഥം ഭഗവാൻ ഞാൻ നിങ്ങൾക്ക് ദീക്ഷ തരാമെന്ന് പറയാണെന്ന് അർത്ഥം എന്ന് പറയും കേട്ടോ. ഞാൻ എസ്കേപ്പ് ആവാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തായി, ഞാനും കണ്ണുമൂടിയിരുന്നു, അവർ രണ്ടുപേരും കണ്ണുമൂടിയിരുന്നു. എന്ത് പറയാൻ, കണ്ണുമൂടി 1-1.5 മിനിറ്റ് കൂടെ ആയില്ല, എൻ്റെ തലയ്ക്ക് മേലെ ഇന്നാണ്. അയ്യോ എനിക്ക് സംഗതി പടപ്പെട്ടല്ലോ. ശരി, പിന്നെ വേറെ വഴിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആക്ച്വലി നമ്മുടെ ഗുരുദേവൻ ശ്രീരാമൻ്റെ ഗുരുദേവൻ സുബ്രഹ്മണ്യ ഭക്തനാണ്. അപ്പോൾ സുബ്രഹ്മണ്യൻ ഒരു മന്ത്രമുണ്ട് ഒട്ടൊക്കെ, അത് വന്ന് അദ്ദേഹത്തിന് ദീക്ഷയായിട്ട് കൊടുത്തിട്ട് ഞാൻ വിട്ടില്ല, അതിന് ഉറപ്പുണ്ട്. വീണ്ടും ഞാൻ പറഞ്ഞു ഇത് കൂടെ ഞാൻ ഇത് ഇപ്പോൾ ചിലപ്പോൾ അടിച്ചിരിക്കും, പക്ഷേ ഇത് ശരിയോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ വീണ്ടും നമുക്ക് കണ്ണുകൂടിയിരിക്കാം. വീണ്ടും വന്ന് ഗൗളി അടിക്കുകയാണെങ്കിൽ ഇത് സത്യമാണെന്ന് നമുക്ക് ശരിയാണ് എന്ന് പറയാം. എന്ത് പറയാൻ, അത് വലിയ അത്ഭുതം. അവിടെ നടന്ന ആദ്യത്തെ എക്സ്പീരിയൻസ്. ഈ ഗുരുദേവനെ പറ്റി എനിക്കൊന്നും അറിയില്ല, ഈ ശ്രീരാമൻ്റെ ഗുരു ആരൊന്നും ഒരു പിടിയില്ല. ഞാൻ ചുമ്മാ ഇങ്ങോട്ടെല്ലാം കാണാൻ വന്നതാണ്. അപ്പോൾ അടിച്ചപ്പോൾ അപ്പോൾ കുറച്ച് സമയം വീണ്ടും അടിച്ചു. അപ്പോൾ സംഗതി ഉറപ്പായി, അവർക്കും സന്തോഷമായി കേട്ടോ. അങ്ങനെ ആയിപ്പോയി. ഇവിടേക്ക് എന്ത് കാരണം അറിയോ, അവർ വന്ന കാരണം ആ പയ്യൻ ഷാജി എന്ന് പറയുന്നവൻ വന്ന് കാണാൻ നല്ല ആരോഗ്യവും കളരി വിദ്വാനാണ്. കളരി പഠിക്കുന്ന ആൾ കാണാൻ നല്ല ഒരു സുന്ദരനാണ്. ഒരു 38-35-30 വയസ്സായിട്ട് നല്ല ആരോഗ്യമാണ്. പക്ഷേ പ്രശ്നം അയാൾക്ക് വന്ന് ഏച്ചു നടക്കാൻ പറ്റില്ല. വെച്ചാൽ ഉടനെ ചതച്ചു വീഴും. ഈ കാതിൽ വന്ന് അറിയാലോ ഇംബാലൻസ്. കാതിൽ ചിലവർക്ക് അറിയാമല്ലോ, അവർ കാതിൻ്റെ അകത്തൊരു ലിക്വിഡുണ്ട്, അത് ഇംബാലൻസ് ആയിപ്പോയാൽ പിന്നെ നടക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് അയാൾക്ക് പ്രശ്നം. അപ്പോൾ എന്തായി, അതാണ് പ്രശ്നത്തിൽ വന്നു. അയാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഏതായാലും ഭഗവാൻ നന്നായിട്ട് വെച്ച് ഈ മന്ത്രം പറഞ്ഞോളി, ഗുരുദേവനെ നോക്കി പ്രാർത്ഥിക്കും, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. ശരിയാവെന്ന് പറഞ്ഞിട്ട് വന്ന് അയാൾ പോയി. ഞാൻ ആ കാര്യം മറന്നു, എത്ര പരിപാടിയില്ല മറന്നു. 3 ദിവസം കഴിഞ്ഞ് അയാൾ വിളിക്കുകയാണ്, സ്വാമി എൻ്റെ പ്രശ്നം തീർന്നു എന്ന്. എന്ത് ഒരിക്കൽ കൂടെ വെച്ചാൽ ഇതുവരെ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്ത് എത്രയോ മാസങ്ങളായിട്ട് പോകാത്ത പ്രശ്നം 3 ദിവസത്തിൽ ഇങ്ങനെ പോകും. അങ്ങനെ വിളിച്ച് അയാൾ ചോദിച്ചു, ഇങ്ങനെ എൻ്റെ പ്രശ്നം ശരിയായെന്ന്. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. എൻ്റെ ശരി ഓക്കെ. വീണ്ടും വന്ന് എനിക്കെന്തോ ആ ഒരു വിശ്വാസം, പെട്ടെന്ന് എനിക്ക് വിശ്വാസം വരില്ല ആ കാര്യം. ചിലർ അങ്ങനെ പറഞ്ഞ ഉടനെ വിശ്വസിക്കുക, എനിക്കാലും പറ്റില്ല. പിന്നെ വീണ്ടും ഒരു 10 ദിവസം കഴിഞ്ഞ് അയാൾ വീണ്ടും വിളിച്ചപ്പോൾ ആദ്യം എൻ്റെ ചോദ്യം എന്ത് നിങ്ങൾ പ്രശ്നം, സ്വാമി അന്നേ പറഞ്ഞില്ലേ പോയെന്ന്. ആ നിസ്സാരം പറഞ്ഞു. ആദ്യത്തെ ഒരു അനുഭവമാണ് അവിടെ ഈ ഗൗളി അടിച്ചതും എങ്ങനെ നമ്മുടെ ഭഗവാൻ നമുക്ക് കാര്യങ്ങൾ ഉണർത്തും എന്നുള്ള ഒരു എക്സാമ്പിളിലാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മുടെ കാര്യത്തിന് വരാം. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എന്തായി, ഞാൻ കാണാനെല്ലാം വലിയ സ്മാർട്ടായിരിക്കും. ഓക്കെ, ഞാൻ വന്ന് കോളേജിലെല്ലാം പിള്ളേർ ക്ലാസ് എടുക്കും. ഇത് നല്ല ഒരു ഹെയർ ഡേ എല്ലാം അടിച്ച് നല്ല ഇപ്പം ഡൈ ഒന്നും പണ്ട് ഡൈ എല്ലാം അടിച്ച് വലിയ സ്മാർട്ടായിരിക്കും. അങ്ങനെ ഭയങ്കര എല്ലാം ഒക്കെ പോയിട്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എനിക്ക് അസുഖം. എന്ത് അസുഖം എന്ന് വെച്ചാൽ ശ്വാസം മുട്ടൽ വന്നു. എൻ്റെ നന്നായിരുന്ന ദേഹം മെലിയാൻ ആരംഭിച്ചു, നടക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള സ്ഥിതിയിൽ വന്ന് എഴുച്ചടക്കാൻ പറ്റാത്ത സ്ഥിതിയായിപ്പോയി കേട്ടോ. അപ്പോൾ ഡോക്ടർക്ക് പോയപ്പോൾ എന്ത് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ 2 അസുഖം എനിക്ക് ഒന്നിച്ചു വന്നു. ഒന്ന് വന്ന് ക്യാൻസർ, കോടിയിൽ ഒരാൾക്ക് വരുന്ന ക്യാൻസർ, സുബുങ്കുവൽ മെലനോമ എന്ന് പറയും. അത് നിങ്ങൾ ഇതിലടിച്ചാൽ വരും, ഏത് ഗൂഗിളിൽ അടിച്ചാലും വരും. അതിന് ഇതുവരെ ട്രീറ്റ്മെൻറ്റ് കണ്ടുപിടിച്ചിട്ടില്ല. ഓക്കെ, അങ്ങനെ ഒരസുഖം. അതിൻ്റെ കൂടെ കിഡ്നി പ്രോബ്ലം ഉണ്ട്. കിഡ്നിയിൽ വന്ന് പ്രോട്ടീൻ യൂറിയ എന്നൊരു പ്രോബ്ലം, ക്രിയാറ്റിനല്ല, അങ്ങനെ ഒരു പ്രോബ്ലം. അപ്പോൾ എന്തായി സംഗതി, ഇപ്പോൾ അവർ പറഞ്ഞു ഈ 2നും ട്രീറ്റ്മെൻ്റ് ഇല്ല. അത് മറ്റേ ക്യാൻസറിന് മരുന്ന് ഇതിൽ കണ്ടുപിടിച്ചിട്ടില്ല, അതിനെന്ത് ട്രീറ്റ്മെൻറ്റൊന്നും ഇല്ല. അപ്പോൾ ഡോക്ടർ വന്ന് കൈവിട്ടു, സംഗതി വന്ന് കുഴപ്പമാണ് ഓക്കെ എന്ന് പറഞ്ഞു.
പിന്നെ നമ്മുടെ എന്ത് ചെയ്യും, ഇങ്ങനെയെല്ലാം പ്രശ്നം വരുമ്പോൾ എന്താവും, ജോഷന്മാരടുത്ത് പോയി ഒരു 4 പേരെ കണ്ടു. അതിൽ 3 പേരും പറഞ്ഞു സംഗതി കുറച്ച് കുഴപ്പമാണ്. പറയില്ല, ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, പോക്കാണെന്ന് അർത്ഥം അല്ലേ. അപ്പോൾ ഏതായാലും മരണം ഉറപ്പായി കേട്ടോ, മരണം ഉറപ്പായിരുന്നു. അപ്പോൾ അതുമാതിരി ഞാൻ പണ്ടേ കൊച്ചിലെ അതാണ് എൻ്റെ അമ്മയച്ഛൻ വളർത്തിയ ഇതാണ്. കുട്ടികളെ ഈ കൊച്ചിലേ എനിക്ക് ധ്യാനം ഞാൻ ചെയ്യാറുണ്ട്, യോഗ ചെയ്യാറുണ്ട്, ആത്മീയ ഭഗവത്ഗീത വായിക്കാൻ ആരംഭിച്ചു, ഉപനിഷത്തുകൾ വായിക്കാൻ ആരംഭിച്ചു. അങ്ങനെ ഉള്ള നല്ല ഒരു ഭക്തി എനിക്ക് സ്ട്രോങ് ആയിരുന്നു. മരണഭയം 0 കൂടെ ഇല്ല. മറ്റുള്ളവർ ഇങ്ങനെ കേട്ടാലേ ഷാക്കായിപ്പോയി. എനിക്ക് എൻ്റെ മുഖത്ത് കണ്ടാൽ ആരും പറയില്ല ഞാൻ മരിക്കാൻ പോകുന്ന ആളാണ്, അത്രത്തോളം എൻ്റെ ഇത്. അങ്ങനെ എന്തായി, അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി ഏതായാലും മരണം ഉറപ്പാണ്, എന്നെങ്കിൽ മദ്രാസിൽ കിടന്ന് മരിക്കരുത്. നേരെ എവിടെ പോയി മരിക്കണം, മോശം കിട്ടുന്ന എവിടെ മരിച്ചാൽ മോശം കിട്ടും അറിയാം നിങ്ങൾക്ക്? എവിടെ മരിച്ചാൽ മോശം കിട്ടും? എവിടെ? നിങ്ങൾ പറഞ്ഞു എവിടെ? കാശി. കാശിയിൽ മരിച്ചാൽ മോശം കിട്ടുമെന്നാണ് പൊതുവെ വിശ്വാസം. അപ്പം ഞാൻ കാശിയിൽ പോയി മരിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇത് ആർക്ക് ഞാൻ മരിക്കാനാണ് പോകുന്നത് ആർക്കും അറിയില്ല, ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ട് പോയെന്നാണ്. എല്ലാവരും പോകണ്ടെന്നെല്ലാം പറഞ്ഞു. അങ്ങ് ഇറങ്ങി തിരിച്ചു. റോഡിൽ കിടന്ന് മരിച്ചാലും സാധനമില്ല, എന്നുവെച്ചാൽ തനിച്ച് പോയാൽ റൂം തരില്ല, അറിയാമല്ലോ. ഈ ഗുരുവായൂരിലെല്ലാം നിങ്ങൾ പോയി തനിച്ച് പോയി ആരും റൂം തരില്ല. കാരണം പോണവരെല്ലാം എന്ത് ചെയ്യുന്നു, തനിച്ച് പോണവർ പലരും ആത്മഹത്യ ചെയ്യുന്നു. കാശിയിൽ പോണവരാണെങ്കിൽ മിക്കവാറും അതിനല്ലേ പോണത്, അതുകൊണ്ട് ആരും റൂം തരില്ല. അപ്പോൾ ഇവിടെ ആൾ പറഞ്ഞു റൂം കിട്ടില്ല. ഞാൻ ഭഗവാൻ എൻ്റെ ഉണ്ട് എല്ലാം വിട്ട് റൂം തന്നില്ലെങ്കിൽ വെളിയിൽ റോഡിൽ കിടന്നാലും അവിടെ തന്നെ മരിക്കും തീരുമാനിച്ചു പോയി. അങ്ങനെ തീരുമാനമുണ്ടെങ്കിൽ ഭഗവാൻ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഇറങ്ങി തിരിച്ചു, അവിടെ പോയി. അങ്ങനെ അത് വലിയ കഥ എല്ലാം പറയുന്നില്ല. തുറക്കാതെ വാതിൽ തുറന്നു. 2 മാസം ഞാൻ കാശിയിൽ താമസിച്ചു കേട്ടോ. ഇപ്പോഴ് ഭഗവാൻ ഇല്ലയെന്നില്ല ആരും പറയുന്നത്, ഈശ്വരൻ ഇല്ലയെന്നെല്ലാം പറയുന്നവർക്കുള്ള മറുപടി ഇപ്പോൾ പറയാം. കാശി അങ്ങനെ ഉള്ളവരെ നേരെ കൊണ്ടുപോകേണ്ട സ്ഥലമാണ് കാശി. എന്നറിയോ, കാശിയിൽ ഞാൻ താമസിച്ച കേദാർ ഘാട്ട് എന്ന് പറയും, അതിൻ്റെ അടുത്താണ് ഹരിശ്ചന്ദ്ര ഘാട്ട്. അവിടെ എപ്പോഴും ശവങ്ങൾ എരിഞ്ഞുകൊണ്ടേയിരിക്കും, അറിയോ? ശവം എരിഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളുടെ അടുത്ത് പോയി നിൽക്കി ഒരു സ്മെല്ല് വരില്ല. കാശിയിൽ തമിഴിൽ പറയും, കാശിയിൽ പിണം നാറാതെ, പിണം എന്ന് വെച്ചാൽ ശവമാണ്, നാറ്റം, ഒരു സ്മെല്ല് വരില്ല. കാശിയിൽ മാത്രം അതിശയം കാണും. വേറെ എവിടെയെങ്കിലും നിങ്ങൾ അടുത്ത് ഇപ്പോൾ നിൽക്കാൻ പറ്റുമോ? കാശിയിലെ ആളുകളെല്ലാം ചുറ്റി നിൽക്കും. അവിടെ ഞാൻ അവിടെ അടുത്ത് കുളിക്കണം, അവിടെയാണ് അവിടെ ഇപ്പോൾ എപ്പോഴും എരിഞ്ഞുകൊണ്ട് കിടക്കും. അടുത്ത് പോയാലും ഒരു സ്മെൽ കാശിയിലും അടുത്ത് വരില്ല. അതിനൊരു കഥയെല്ലാം ഉണ്ട്, ഇപ്പോൾ അതെല്ലാം പറയാൻ സമയമില്ല. എന്തുകൊണ്ട് അവിടെ ശവത്തിന് എരിക്കുമ്പോഴും സ്മെല്ലില്ലാത്ത കാരണം അതൊരു കാരണം. കാശിയിൽ എവിടെയും ഇപ്പോൾ ആരെങ്കിലും നിങ്ങളാരും പോയിട്ടുണ്ടോ? കാശിയിൽ പോയിട്ടില്ല? പോയോ? പറ്റുമെങ്കിൽ പോകേണ്ട സ്ഥലം, ഭഗവാൻ അവിടെ കാണാം കേട്ടോ. രണ്ടാമത്തെ അതിശയം കേട്ടോളി. ഈ പറഞ്ഞ അവിടെ കാശിയിൽ ഒരു സ്ഥലത്തും ഗൗളി ശബ്ദമിടില്ല. ശബ്ദം ഞാൻ ഇരുന്ന ആ സ്ഥലത്ത് ആ റൂം നിറയെ ഇതുണ്ട്, പല്ലിയുണ്ട്. പക്ഷേ ഈ ശബ്ദം മാത്രം ഞാൻ 2 മാസം താമസിച്ചു, ഒരു ദിവസം കൊടുക്കാൻ. ഇതെല്ലാം നിങ്ങളെ പോയി കണ്ടുപിടിക്കാം, ഇതെല്ലാവരും പോയാൽ കണ്ടുപിടിക്കാനുള്ള കാര്യമുള്ളൂ, മനസ്സിലായോ? പിന്നെ ഇത് രണ്ടും എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ത് പറയും, അവിടെ ഗരുഡൻ പറക്കില്ല. ഗരുഡൻ എന്ന് വെച്ചാൽ കൃഷ്ണപ്പരുന്ത് പറക്കില്ല, അത് കാരണമുണ്ട്. പിന്നെ നാലാമത്തെ കാര്യം തമിഴ് മല്ലികപ്പൂ വാസന തരാതെന്ന് പറയും. അതായത് മല്ലികപ്പൂ ഇരിക്കില്ലേ, അവിടെ കാശിയിൽ എവിടെയും അതിന് ആ സ്മെല്ല് വരില്ല. അത് എനിക്കറിയില്ല, അത് പറഞ്ഞിട്ടുള്ള ഞാൻ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. അതിൽ മാട് മുട്ടില്ല അങ്ങനെല്ലാം പറയും. പക്ഷേ അതിശയം എന്ന് വെച്ചാൽ ഈ ശവം എരിയുമ്പോൾ അടുത്തു നിന്നാലും സ്മെല്ല് വരില്ല, ഗൗളി വന്ന് ഒറ്റ ശബ്ദം ഇടില്ല. അതിശയല്ലേ ഇപ്പോൾ നടക്കുന്നത്? അങ്ങനെ ഒന്നും നമ്മൾ പറഞ്ഞു ഇന്ന് നമ്മൾ 8 കിലോമീറ്റർ നടന്നിരിക്കുകയാണ് അവൻ്റെ അത്ഭുതം കേട്ടോ. അവിടെ വെച്ച് തീരുമാനം എടുത്തു, ഈ ശരീരത്തിനെയും എനിക്ക് വീണ്ടും തന്നത് ഭഗവാനാണ്. ഇനി ഈ ശരീരം ഭഗവാനുള്ളതെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ തീരുമാനം എടുത്തത്. ഇനി സന്യാസം, ഇനി ഭഗവാന് വേണ്ടി ജീവിക്കുക, കുടുംബത്തിന് വേണ്ടിയല്ല. കുടുംബത്തിലാണെങ്കിൽ ഞാൻ ആക്ച്വലി മരിച്ചിരിക്കേണ്ട ആളല്ലേ, ഇനി ഭഗവാനാണ് എന്നെ. അതുകൊണ്ട് ഭഗവാൻ സന്യാസം എടുക്കാമെന്ന് വെച്ച് അപ്പം തീരുമാനിച്ചാണ്. അപ്പോൾ സന്യാസം എടുക്കാൻ കൂടത്തിൽ വന്ന് ഞാൻ ഇവിടെ വന്ന് എടുക്കുമ്പോൾ അങ്കൂർ ഭട്ടെല്ലാം വന്ന് എൻ്റെ കൂടെ വന്നിരുന്നു. ഇവിടെ അവൻ ഒരു 10 ദിവസം ഇവിടെ എന്നിട്ടാണ് പോയത്, മനസ്സിലായോ? അങ്ങനെ അത്ഭുതങ്ങൾ കൊണ്ടാണ്. അപ്പം ഭഗവാൻ ഇല്ലെന്ന് പറയുന്ന പോലെ മടത്തരം വേറെ വല്ലതും. ഓക്കെ, അപ്പോൾ ആൾക്ക് ഇന്നും വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ അവിടെ കോയമ്പത്തൂർ പോയപ്പോൾ അവിടെ ഒരു
இந்த സ്കൂളിൽ വന്ന് എന്നെ വിളിച്ച് അവിടെ പിള്ളേർക്കും ടീച്ചേഴ്സിനെല്ലാം ക്ലാസ് എടുക്കാൻ വേണ്ടിയെല്ലാം വെച്ചു. അപ്പോൾ അവർ നിർബന്ധിച്ച് എന്നെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യിപ്പിച്ചു. ഞാൻ ടെസ്റ്റൊന്നും ചെയ്യില്ല. എന്തുകൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ വല്ലതും കൊണ്ടെങ്കിൽ ആ പാടെ പ്രശ്നമാവില്ല. അതുകൊണ്ട് ഞാൻ ടെസ്റ്റ് ചെയ്യാതെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊന്നും പോയില്ല. ഇവർ നിർബന്ധിച്ച് എന്നെ കൊണ്ട് ഒരു ഹൈടെക് ലെവൽ ഭയങ്കര വലിയ പണക്കാരുടെ സ്കൂളാണ്. അവർ കൊടുത്ത് എല്ലാം ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒരു കുഴപ്പം, ഒരു പ്രശ്നം, എനിക്ക് അയൺ കുറവാണ്, ഹീമോഗ്ലോബിൻ കുറവ്. അതിനിപ്പോഴും ഞാൻ ഹീമോഗ്ലോബിനുള്ള മറ്റേ ഇത് അയൺ ടാബ്ലറ്റ് അല്ല ഒരു. അപ്പോൾ ഈ ക്യാൻസർ ഇവിടെ പോയി. ഈ മറ്റേ കിഡ്നി പ്രോബ്ലം വന്ന് ആർക്കും ശരിയായി ആരും കാണും. ഈ ബ്രെയിൻ സെല്ലും കിഡ്നിയും സെല്ല് വീണ്ടും പുനർജനിക്കില്ലെന്നാണ് സയൻസാണ് പറയുന്നത്. എനിക്കതെല്ലാം ശരിയായി, മനസ്സിലായോ? അതുകൊണ്ടാണ് പറയുന്നത് ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാം. അതിനുള്ള വഴികൾ മാത്രം ഇപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ. എന്തുകൊണ്ട് ഭക്തിയുള്ളവർ കഷ്ടപ്പെടുന്നു, നല്ലവർ കഷ്ടപ്പെടുന്നു? അതാണ് ക്വസ്റ്റ്യൻ. ഈ 20,000 20,000 രൂപ എടുത്ത് എനിക്ക് വേണ്ടി ആശ്രമത്തിൽ കൊടുത്ത് ഞാൻ 1.5 മാസം ഋഷിയേശി. ഇതാരും ചെയ്യുമോ? അതാണ് പ്രപഞ്ചം നമുക്ക് വേണ്ടി ഒക്കെ എല്ലാത്തിനും നിൽക്കും. നമുക്ക് മാത്രം ഉറച്ച ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങൾ കാണും. ഇപ്പോൾ വേണ്ട എല്ലാ അത്ഭുതങ്ങളാണ്, മനസ്സിലായോ? അന്ന് ഒരു ദിവസം ഓം നമ ശിവായ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മറ്റേതിൽ. അതെങ്ങനെയാ വെച്ചാൽ എനിക്ക് ഹരിയാനയിൽ നിന്നൊരു ഗുരു പറഞ്ഞു തന്ന ഒരു പറഞ്ഞുതരാം. എങ്ങനെ പറഞ്ഞു വെച്ചാൽ ഓം നമ ശിവായ, ഓം നമ ശിവായ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാനും അങ്കൂർ ഭട്ടുണ്ട്, ഇന്നൊരു മഹേഷ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാരാഷ്ട്രക്കാരാണ്. അല്ല 3 പേരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ കണ്ണടഞ്ഞു. എനിക്കൊന്നും അറിയില്ല, കണ്ണടഞ്ഞോ എന്ത് കടന്നറിയില്ല. ഭഗവാൻ അങ്ങനെ എനിക്ക് ദർശനം തന്നു. എങ്ങനെ നമ്മൾ കാണുന്നില്ലേ പുലിത്തോല് കണ്ട് എങ്ങനെ നമ്മൾ പടത്തി കാണുന്നു അതേ രൂപം, പക്ഷേ വലിയ രൂപം എൻ്റെ ലെഫ്റ്റ് സൈഡിൽ. ആ ഹിമാലയം പോലെ ഒരു വലിയ രൂപം കാണുന്നു. നന്ദി വന്ന് ചെറുതായിട്ട് എൻ്റെ അടുത്ത്, നന്ദി മാത്രം ഒരു ചെറുതായിരിക്കുന്നു എനിക്ക് മനസ്സിലായിരിക്കുന്നു. ഞാൻ ഇപ്പുറത്ത് ഒരു അര മിനിറ്റായിരിക്കും, എനിക്ക് അതൊന്നും ഓർമ്മയില്ല. ആ ദർശനം കണ്ടു കേട്ടോ. അതോടെ എൻ്റെ ഈ 2 അസുഖവും എന്നെ വിട്ട് പോയി. ആരും പറഞ്ഞാൽ വിശ്വസിക്കും. അവരെല്ലാം സാക്ഷിയാണ്. അങ്കൂർ ഭട്ടും മഹേഷും എല്ലാം അവർ കണ്ടു. അവിടെ എല്ലാവരും കണ്ടു, മറ്റേവരും കണ്ടില്ലേ? ഞാൻ വന്ന അവരാണ് എന്നെ പിടിച്ച് ഈ പടിയെല്ലാം കാരണമെങ്കിൽ അങ്കൂർ ഭട്ട് പിടിച്ച് കയറ്റും. അങ്ങനെ ഇരുന്ന ഞാൻ അത് കഴിഞ്ഞ് ഋഷിയേശിൽ തന്നെ 8 കിലോമീറ്റർ അവൻ്റെ കൂടെ നടന്നു. ദൈവം ഇങ്ങനെ പരീക്ഷിക്കുന്നല്ലോ എന്നെല്ലാം വിളിച്ച് ആളുകൾ വിളിക്കും. കാരണം പറയാം. നമ്മൾ ഇന്ന് കഷ്ടപ്പെടുന്നെങ്കിൽ അതിന് കാരണം എന്താണ്? എന്താണ് കാരണം? എന്ത് നിങ്ങൾ കഷ്ടപ്പെടുന്ന കാരണം എന്ത് ചോദിച്ചാൽ നിങ്ങൾ പറയണ്ടേ? നിങ്ങളുടെ കഷ്ടപ്പെടുന്ന കാരണം എന്താണ്? കഷ്ടമുണ്ടെങ്കിൽ എന്താണ് കാരണം? ചേടാ, ഇതെന്ത് പറയാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മടി? എന്തുകൊണ്ട് ഇത്രയും നിങ്ങളുടെ ഭക്തിയായിരിക്കുന്നു, ഇത്രയും എന്നാലും ഭയങ്കര പ്രശ്നം, ഒരു മനസ്സമാനം കിട്ടില്ല. ഇതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നല്ലോ, മനസ്സമാനം ഇല്ലല്ലോ. ഇത്രയും പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ്? ഈ പ്രശ്നങ്ങൾ നമ്മൾ ഭഗവാനെ ചോദിച്ചിട്ടും ഭഗവാൻ നന്നായിട്ട് വിശ്വസിച്ചിട്ടും എന്തുകൊണ്ട് തീരുന്നില്ല എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ചോദ്യം ഉണ്ടായിട്ടില്ലോ ഇല്ലയോ? ഉണ്ടല്ലോ. അപ്പോൾ അതിനെന്താണ് പറയുക? അപ്പോൾ എന്താണ് നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം എന്താണെന്നാണ് എൻ്റെ ചോദ്യം. നിങ്ങളുടെ മനസ്സിൽ വരുവാണ് തോന്നും ദൈവം ശരിയില്ല അല്ലേ, മനസാക്ഷിയില്ലാത്ത ഭഗവാൻ. അതാണ് കുഴപ്പം. ഈ കുഴപ്പം ഇതാണ്, ഭഗവാനാണ് കുഴപ്പം. ഓക്കെ, അനുഭവിച്ച് തന്നെ കുറയ്ക്കാൻ പറ്റുള്ളൂ, മനസ്സിലായോ? അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്, പ്രശ്നങ്ങൾ വരുമ്പോൾ, കഷ്ടങ്ങൾ വരുമ്പോൾ നമ്മുടെ പാപം കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, പക്ഷേ നമ്മൾ ദുഃഖിക്കേണ്ട എപ്പോഴെന്ന് അറിയോ? ഇന്നൊരു സമയത്താണ്. എപ്പോഴെല്ലാം നിങ്ങൾ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നോ അപ്പോഴാണ് നിങ്ങൾ സങ്കടപ്പെടുന്നത്. വെച്ചാൽ നിങ്ങൾ ചേർത്ത് വെച്ച പുണ്യമെല്ലാം പോകുന്നു. കഷ്ടപ്പെടുമ്പോൾ പാപം പോകുന്നു, അടിച്ചു പൊളിച്ച് ജീവിക്കുമ്പോൾ ചേർത്ത് വെച്ച പണമെല്ലാം പോകുന്നു, മനസ്സിലായോ? ബാങ്കിൽ വെച്ചെല്ലാം ഔട്ടാണ്.
അപ്പം എപ്പോഴാണ് നിങ്ങൾ കൂടുതൽ വിഷമിക്കണം? അടിച്ചു പൊളിച്ച് കേൾക്കുകയായിരിക്കും, മനസ്സിലായോ? അതുകൊണ്ടാണ് സന്യാസികളെല്ലാം ഇങ്ങനെ ഇതിലെല്ലാം പാടില്ല, എല്ലാം ഹിമാലയത്തിലോ അങ്ങനെ പോയി മഠത്തിലോ അങ്ങനെ ആശ്രമത്തിലോ പോയി ഒരു സുഖങ്ങൾക്കോ കല്യാണത്തിൽ പോകാൻ പാടില്ല, ഒന്നിനും പോകാൻ പാടില്ല, ഒന്നില്ലാതെ ഇരിക്കാമെന്ന് പറഞ്ഞത്. സുഖിച്ചാൽ ദുഃഖം വരും, സുഖിച്ചാൽ ചേർത്ത് വെച്ചത് കുറയും. പിന്നെ എന്താവും? കുറയുമ്പോൾ വീണ്ടും ഒന്ന് ചേർക്കാൻ നിൽക്കണം, അല്ലേ? അതുകൊണ്ടാണ് പറയുന്നത്. ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ. ഇപ്പം ഞാൻ എളുപ്പ വഴിയാണ്, അതിനെല്ലാം തീർക്കാൻ എന്ത് വഴി? ഇത്രയും കഷ്ടപ്പെടുന്ന, ഇപ്പോൾ ഇവർക്കും അതുപോലെ ക്യാൻസർ വന്ന് ശരിയാക്കിയവരാണ് തീർച്ചയായും. അതുപോലെ ഇത്ര പേര് കഷ്ടപ്പെടുന്നല്ലോ, അവർക്ക് എന്തുകൊണ്ട് ഈ ഭഗവാൻ ഇറങ്ങി വന്ന് ഹെൽപ്പ്? എനിക്കെല്ലാം ഇറങ്ങി ദർശനം തന്നാണ് എന്നെ, ഭഗവാന്റെ ദർശനം തന്നാണ് എന്നെ ശരിയാക്കിയത്. എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് വരുന്നില്ല? നിങ്ങളും പ്രാർത്ഥിക്കുന്നു, എന്തുകൊണ്ട്? സൂപ്പർ. ഇതെവിടെയാണ് പാട്ട് കേൾക്കുന്നത്? അല്ലേ, ആ പാട്ട് കേൾക്കുമ്പോഴല്ലേ? എവിടെ, ഏത് അമ്പലത്തിലാണ്? എന്താ അമ്പലം അത്? തന്നെ. അതാണ് ആ അപ്പോഴത്തെ പി ലീലയിലെ പാട്ട് പോലെ ഒന്നുമല്ലേ. എത്ര തന്നെ പാടിയാലും അത് കേൾക്കുമ്പോഴേ മനസ്സിന് നല്ല ഒരു, ചെറിയ വയസ്സിലേ നമ്മൾ കേട്ടു അതല്ലേ, അത് കേട്ട് അത് മനസ്സിൽ എങ്ങനെ. അപ്പം ഞാൻ എന്ത് പറഞ്ഞു വന്നു? എവിടെ നിർത്തി ഞാൻ? നിങ്ങൾ മറന്നുപോയോ? ശരിയാകാത്തതിന് കാരണം ഒന്ന് പറയാം. 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ജീവിതം പെട്ടെന്ന് മാറും. ഭഗവാൻ ഇറങ്ങി വന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. മനസ്സിലായോ? ഭഗവാൻ ഇറങ്ങി വന്നാൽ വേണോ വേണ്ടിയോ? വേണ്ടേ? വേണമല്ലോ. അപ്പോൾ കേട്ടോളി. എപ്പോൾ അവരും കേൾക്കട്ടെ. പാവം കയറി വരുന്നില്ലേ? ഇരിക്കോ. നാരായണ. ഓക്കെ. ഭക്തൻ്റെ ലക്ഷണം 2 പൊതുവെ പറയാറുണ്ട്. നല്ല ഭക്തിയുള്ള ലക്ഷണം, ശരിയായിട്ടുള്ള ഭക്തിയുള്ള ലക്ഷണം. ആ ഭഗവാന്റെ പേര് കേട്ടാൽ തന്നെ അങ്ങനെ കണ്ണിൽ വെള്ളം വരും. ആ ഒരു ഭഗവാന്റെ ചിന്തയിൽ, മനസ്സിലായോ? അതൊരു ലക്ഷണമാണ്. അതുകൊണ്ടാണ് ശരിക്കും ഭക്തമുള്ളവർ എന്ത് പ്രശ്നം വന്നാൽ കൂടെ ഭഗവാനെ വന്ന് ഒരിക്കലും പഴിച്ചിട്ടില്ല, അല്ലേ? പഴിക്കില്ല. നമ്മളെ ഈ കുചേലൻ അറിയാമല്ലോ, കുചേലൻ എന്ത് അപ്പോൾ ഒരിക്കലെങ്കിലും ഭഗവാനെ പഴിച്ചോ? ഇല്ലല്ലോ. അതുപോലെയാണ് എത്രയോ പേരെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ആരെല്ലാം കഷ്ടങ്ങൾ വരുമ്പോഴും അങ്ങനെ ഭഗവത് ചിന്തയോടെ ഭഗവാനെ കുറ്റം പറയാതെ, നമ്മുടെ വിധിയെ കുറ്റം പറയാതെ, അങ്ങനെ ഭഗവാന്റെ അങ്ങനെ കായേന വാച മനസ്സേന്ദ്രിയർവ ബുദ്ധ്യാത്മനാഭ പ്രകൃതി സ്വഭാവ കരോമി യജ്ജൈ സകലം പരസ്മൈ. അടുത്തറിയില്ലേ? നാരായണ എല്ലാം അങ്ങോട്ട് സമർപ്പിച്ച ശേഷം ആനന്ദമയമായി ആര് കഷ്ടങ്ങളിലും നഷ്ടങ്ങളിലും ഇരിക്കുന്നോ, അത് സ്ഥിതപ്രജ്ഞൻ ഭഗവത പറയുന്നു, സ്ഥിതപ്രജ്ഞൻ പറയും. അവിടെ ഭഗവാൻ അതാണ് ഇഷ്ടമുള്ള കാര്യം. കാരണം 5 പേരെ കൊല ചെയ്ത് ജയിലിൽ കിടക്കുമ്പോൾ അയ്യോ എൻ്റെ ഇങ്ങനെ ആയിപ്പോയല്ലോ, എൻ്റെ വിധിയാണെങ്കിൽ ഭഗവാൻ എന്തുകൊണ്ട് എന്നെ ഭഗവാൻ ഇങ്ങനെ വെളിയുന്നാക്കും, അല്ലേ? ചെയ്തതിൻ്റെ ഇത് അടിക്കണ്ടേ? അതുപോലെയാണ് ചെയ്തതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുമ്പോൾ പ്രസാദ ബുദ്ധിന്ന് ഭഗവത്ഗീത പറയും. നമ്മുടെ എന്ത് വന്നാലും നമുക്ക് അർഹതപ്പെട്ടതേ വരുന്നുള്ളൂ. അത് ഭഗവാൻ നമ്മുടെ കർമ്മം അനുസരിച്ച് അതിൻ്റേതായ തോതിൽ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് നമുക്ക് സഞ്ചിത കർമ്മ ഇന്ന് ഇപ്പോൾ ഉള്ള പ്രാരാബ്ധ കർമ്മയെ കൊടുത്ത് നമുക്ക് അനുഭവിക്കാൻ തരുന്നു. ആ കർമ്മം അനുഭവിക്കാതെ ആരെക്കൊണ്ടും ഈ മണ്ണിൽ ആര് കൽവച്ചാലും അതിന് ന്യൂട്ടൺ സ്വാമിയുടെ ലാ വർക്കാവും. നല്ല ചെയ്താൽ നല്ല, ചീത്ത ചെയ്താൽ ചീത്ത, മനസ്സിലായോ? ഇതുണ്ടാവും. അപ്പോൾ ആദ്യം വന്ന് ആ ഭക്തിയിൽ വന്ന് ഭഗവാനെ ഉറച്ച വിശ്വാസം സന്തോഷം വരണം. ഭഗവാൻ വിചാരിച്ചാൽ മുഖത്തിൽ സന്തോഷം വരുന്നുണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് ഭക്തി ഉണ്ടെന്ന്. എൻ്റെ ഗുരു വന്ന് ന്യൂക്ലിയർ സയൻറ്റിസ്റ്റാണ്, ഡയറക്ടർ, അറ്റോമിക് പവർ സ്റ്റേഷൻ ഡയറക്ടറായിരുന്നു. അയാൾ സയൻറ്റിസ്റ്റ്. അദ്ദേഹത്തിന് ഒരു വിഗ്രഹം കണ്ടാലേ അങ്ങേ കണ്ണിൽ വെള്ളം വരും. അതാണ് ഭക്തി, മനസ്സിലായോ? ഭഗവാനെ ഇതാ പാട്ട് കേട്ടോടനെ നമുക്ക് അങ്ങോട്ട് മനസ്സ് പോകുന്നു കേട്ടോ. ഭഗവാന്റെ കാണുന്നതെല്ലാം നാരായണ പ്രതിമ, അല്ലേ? അങ്ങനെ ഒരു ഭാവം വന്നാൽ നമ്മൾ ഈശ്വരൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ഈശ്വരൻ നമ്മുടെ അടുത്ത്, അത്രയേ ഉള്ളൂ. അതൊന്നും അത് മാത്രം മതിയോ? ഭഗവത്ഗീത വന്ന് എന്തിനാണ് കൊടുത്തത്? ആർക്ക് കൊടുത്തു? ഭഗവത് ആർക്കാണ് പറഞ്ഞു കൊടുത്തത്? എന്തിനാണ് ഭഗവത്ഗീത കൊടുത്തത്?
മുൻപിൽ നിൽക്കുന്നത് സഹോദരങ്ങളും അവൻ പറഞ്ഞു കൃഷ്ണൻ എന്തിനാണ് ഭാവഗീത ഉപദേശിച്ചത്? ധർമ്മം ആ, ധർമ്മം സ്ഥാപിക്കാൻ. വെരി സിമ്പിളാണ്, വേറെ ഒന്നുമല്ല. ഭഗവാൻ ഈ ഭഗവത്ഗീതയിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടോ ഇനി രാവിലെയും വൈകുന്നേരം പാരായണം ചെയ്താൽ നിങ്ങളുടെ കഷ്ടങ്ങൾ തീരും, മുക്തി കിട്ടുന്ന എവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒരേ ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, ഇവ എന്നെ കൊണ്ടൊന്നും പറ്റില്ല, അയ്യോ ഞാൻ സന്യാസി ആവാൻ പോകണു, ഞാൻ ഒന്നും എൻ്റെ കർമ്മം ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ ഉത്തിഷ്ഠത ഏത് എഴിച്ച് നിൻ്റെ കർമ്മം ചെയ്യുക എന്നാണ് ഭഗവാൻ. കർമ്മം ചെയ്യാൻ അതെങ്ങനെയുള്ള കർമ്മമായിരിക്കണം? നിഷ്കാമ കർമ്മമായിരിക്കും, ഈശ്വരാർപ്പണമായ കാര്യങ്ങൾ. അത് മറ്റവരിലും അതാണ് പറയുന്നത്. നമ്മുടെ എല്ലാം എന്ത് ചെയ്യുന്നോ ചെയ്യാത്തതുകൊണ്ടാണ് പ്രശ്നം. ഇവിടെ ഞാൻ മദ്രാസിൽ അത്ര മുസ്ലിംസ് അത്ര എനിക്ക് ഇല്ല. ഇവിടെ വന്നപ്പോൾ ആരോട് സംസാരിച്ചാലും ഇൻഷാ അള്ളാ ഇൻഷാ അള്ളാ ഇൻഷാ അള്ളാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അറിയോ? എന്താ അർത്ഥം അറിയില്ല? അല്ലല്ല അയ്യോ, അപ്പോൾ നിങ്ങൾക്ക് അതിൽ അറിയില്ല. നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചു. നിങ്ങൾ ഇവിടെ എല്ലാം അവരല്ലേ ഉള്ളത്? ഇല്ല, ഈശ്വരൻ അനുഗ്രഹിച്ചാൽ ഇൻഷാ അള്ളാ ഞാൻ നാളെ നിങ്ങളെ കാണും, ഇൻഷാ അള്ളാ ഞാൻ നാളെ വരും. ഏതെടുത്താലും അവരെങ്ങനെ പറയുന്നു? അതിൽ വേറെ എന്തോ പറയുന്ന ആരും പറഞ്ഞു, എനിക്കത് മനസ്സിലായില്ല. എന്തോ പറഞ്ഞു, അത് എനിക്ക് വലിയ പരിചയമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ വേറെ എന്തോ കൂടെ ഇടയിൽ അടിക്കടി ഇപ്പോൾ ലേഡി വന്നു മെനഞ്ഞാന്ന് അവർ പറയാണ്, കണ്ടു അവർ ഭക്തിയെ കണ്ടാൽ എന്ത് ഇതായിരിക്കണം. അവർ സംസാരിക്കുമ്പോൾ എല്ലാം ഇൻഷാ അള്ളാ പറഞ്ഞു. പിന്നെ വേറെ എന്തോ ഒരു അതെനിക്ക് മനസ്സിലായില്ല എന്താണ്, അങ്ങനെയും പറയുന്നുണ്ട്. അവരെ ഭക്തിയെ കണ്ടു. ആ ഭക്തിയെ കാണില്ല, നിങ്ങളതുപോലെ ഇരിക്കുന്ന വരും. ഇവിടെ ഭഗവാൻ അള്ളാ വേറെ, യേശു വേറെ, കൃഷ്ണൻ വേറെ, ശിവൻ അങ്ങനെ ഒന്നുമില്ല, എല്ലാം ഒന്നാണ്. അല്ലേ? ഇവിടെ ഒന്നേ ഉള്ളൂ. വിളിച്ചാൽ വരും, അവർ വിളിക്കുന്നു, വരുന്നു. ഉദാഹരണത്തിന് ഇപ്പൊക്കെ ഇസ്ലാം 6000 വർഷം മുമ്പാണ് വന്നത്, ക്രിസ്തു 2000 വർഷം മുമ്പാണ് വന്നത്. പക്ഷെ ഹിന്ദു സംസ്കാരം അതിനും എത്രയോ വർഷം മുമ്പേ വന്നു. നാരായണ ശരി, അതിനാണ് നമ്മൾ പഠിക്കേണ്ടത്. അദ്വൈതം എന്ത് പറയുന്നു? അല്ല, ഞാൻ പറയും ഈ ഭൗതികമുള്ളതാണ്. ഞാൻ തന്നെ വിശ്വാകാരനും വിശ്വാധാരനുമാണെന്ന് ഭഗവാൻ ഭൗതിക പറയാണ്. ഈ വിശ്വമേ ഞാൻ, വിഷ്ണു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? വിശ്വം നിറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ എങ്ങനെ വ്യത്യാസം വരും? ഈ അദ്വൈതം എന്നാണ് പറയുന്നത്. ഞാനും നിങ്ങളും ഒന്നാണ്, മനസ്സിലായോ? പിന്നെ എങ്ങനെ മറ്റൊന്നാവും? മനസ്സിലായോ? ഇവിടെ വേറെ ഒന്നില്ല. അതാണ് ഞാൻ പറയും. ശങ്കരാചാര്യ പറഞ്ഞു അദ്വൈതമാണ് പറയുന്നത്, ഉപനിഷത്തിൽ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ വേറെ എൻ്റെ സ്വന്തമായിട്ടുള്ള അഭിപ്രായം പറയുന്നില്ല. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. നിങ്ങൾ വിശ്വാസനം വായിക്കില്ലേ? വിശ്വാകാരം വിശ്വാധാരം എല്ലാം വരും, മനസ്സിലായോ? വിശ്വാകാരം ഈ ഇത് പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്നത് ഞാനാണ്, മനസ്സിലായോ? ഇന്നൊന്ന് പറയില്ലേ, നിങ്ങളുടെ ഏത് രൂപത്തിൽ എന്ന് സൂചിച്ചാലും ഞാനാണ്. നിങ്ങൾ ഭഗവത്ഗീത വായിച്ചിട്ടില്ലേ? അതാണ് പ്രശ്നം, ഇതാണ് പ്രോബ്ലം. ഖുർആൻ വായിക്കാത്ത ഏതെങ്കിലും ഒരു മുസ്ലിമിനെ കാണാൻ പറ്റുമോ? ബൈബിൾ വായിക്കാത്ത ഒരു ക്രിസ്ത്യനെ കാണാൻ പറ്റുമോ? നമ്മളെ കാര്യം ഇപ്പം മനസ്സിലായല്ലോ. പഠിപ്പിക്കില്ല. ഭാഷ ഉണ്ടെങ്കിൽ പഠിക്കാം, അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ. അത് ഇപ്പോഴെല്ലാം ഭഗവാന്റെ കാര്യം കൊണ്ട് നമ്മുടെ ചെറിയ മൊബൈലിലെല്ലാം വരുന്നുണ്ട്. സുഷ്മിത ജഗദീശൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലേഡി നന്നായിട്ട് പ്രഭാഷണം ചെയ്യുന്നുണ്ട്. അത് ഇതിനെ ഭഗവത്ഗീതയെ പറ്റി ലളിതമായിട്ട്, വലിയ ഇതൊന്നുമില്ല, മനസ്സിലായോ? നമുക്ക് അതാണ് പ്രശ്നം. ഇവിടെ എല്ലാം വീക്കായിപ്പോയി കേട്ടോ. ഇന്നൊരു കാര്യം ചോദിക്കാം, നിങ്ങൾ രാവിലെ എത്ര മണിക്ക് എണീക്കുന്നത്? ഞാൻ 6 മണി. നിങ്ങൾ എത്ര മണിക്കാണ്? നിങ്ങൾ എത്ര മണിക്ക്? സ്വാമി ശരണം. നിങ്ങൾ എത്ര മണിക്ക്? നിങ്ങൾ എത്ര മണിക്ക്? നിങ്ങൾ വെരി ഗുഡ്. ഇപ്പോൾ പണ്ടും അങ്ങനെയാണോ? അല്ല, പണ്ട് അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ സ്ലീപ്പിംഗ്. നിങ്ങളെ കാട്ടില്ല, അവർ ചോദിച്ചു. നിങ്ങൾ എത്ര മണിക്ക് എണീക്കുന്നത്? നിങ്ങൾ എത്ര മണിക്ക്? 5:30. നിങ്ങളുടെ 5 മണി. പറഞ്ഞെല്ലാം സത്യമാണോ? ശരി. സാംശം നിങ്ങൾ പറയൂ. 5 മണി. അടുത്താൾ 5:30. ഇദ്ദേഹം പൂജയോട് നേരത്തെ ആയിരിക്കും വിശ്വസിക്കുന്നു. ഓക്കെ, ശരി. ഇപ്പോൾ ഞാൻ കാണുന്നത് ഇവിടെ വെച്ചാൽ ഹിന്ദുക്കളിലെ 90% നന്നായിട്ട് കിടന്ന് ഉറങ്ങുന്നു. ബ്രാഹ്മമുഹൂർത്തത്തിൽ സരസ്വതി യാമത്തിൽ ഉറങ്ങിയാൽ നന്നാവില്ല. അവരെല്ലാം ആ സമയത്ത് എണീച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ കിടന്ന്
കാരണം രാത്രി പൊറോട്ടയും ഇറച്ചിയും എല്ലാം കഴിച്ച് 10:30 11 മണിക്ക് 12 മണിക്ക് കിടന്നാൽ എവിടെ ഉറക്കം വരും? മനസ്സിലായോ? ഇതാണ് ഇവിടുത്തെ വലിയ പ്രശ്നം. സരസ്വതി യാമത്തിൽ സൂര്യൻ ഉദിക്കുന്നതിന് 3 മണിക്കൂർ മുമ്പ് എണിച്ചിരിക്കുന്നതാണ്. അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 5 മണിക്കെങ്കിലും എണിക്കണ്ടേ? ആ ദേവതകളെല്ലാം തഥാസ്തു എന്ന് പറയുന്ന സമയത്ത് പോയി കിടന്നിട്ട് പിന്നെ അതിന് ശേഷം പറഞ്ഞ് വല്ല പ്രയോജനമുണ്ടോ? മനസ്സിലായോ? രാവിലെ എണീച്ച്, അതും നമ്മൾ നോക്കൂ, സംസ്കാരത്തിൽ നോക്കൂ, പിള്ളേരെല്ലാം എണീച്ച ഉടനെ ഇവിടെയുള്ള പിള്ളേരെല്ലാം അമ്മമാരും പറയും, എണിക്ക്. ഹിന്ദുക്കൾ പറയുന്നത് എണിക്ക് പഠിക്ക്, സമയമായിപ്പോയി അല്ലേ? പക്ഷെ അവരെന്ത് പറയും? എണിക്ക് നിസ്കരിക്കേ, മനസ്സിലായോ അല്ലേ? എണിക്ക് നിസ്കരിക്കേ. മറ്റേ ക്രിസ്ത്യൻസും എണിക്ക് പ്രാർത്ഥിക്കേ. ഇവിടെ എണിക്ക് പഠിക്കേ. ഈ പഠിച്ച പിള്ളേരെല്ലാം ഡൗണായി, നിസ്കരിച്ചയും പ്രാർത്ഥിച്ച പിള്ളേരെല്ലാം ഇന്ന് ടാപ്പായി. ശരിയോ ഇല്ലയോ? അപ്പം എവിടെയാണ് പ്രശ്നം? മനസ്സിലായോ? ഒന്നേ ഉള്ളൂ. പിന്നെ സ്വാമി, ഈ മുസ്ലിം മതത്തിലാണെങ്കിൽ നിനക്കെല്ലാം അള്ളാ തരും എന്ന് പറയും. ഒരാൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ. ഹിന്ദു മതത്തിലാണെങ്കിൽ നിനക്കൊന്നുമില്ല, നിനക്കൊന്നും ഇല്ലാതെ തിരിച്ചു വരട്ടെ എന്ന് പറയും. മീൻസ് അപകടങ്ങളൊന്നും ഇല്ലാതെ എന്നായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇങ്ങനെ പറയൂ, നീ ഒന്നും ഇല്ലാതെന്ന് അങ്ങനെ പറയൂ. എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയോ? നിനക്കൊന്നും സംഭവിക്കാതെ വരട്ടെ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. പറയുന്നത് ഇങ്ങനെയാണല്ലേ? പറയുന്നത് ഇങ്ങനെ. പക്ഷെ അവസാനം വരും. ഇവിടെ ഇന്നൊരു ഇത് നിങ്ങൾ പറഞ്ഞപ്പോൾ പണ്ടെല്ലാം ഞാൻ കേരളത്തിൽ വന്നപ്പോൾ ഈ പ്രശ്നമില്ലായിരുന്നു. ഇപ്പം ഏത് കുട്ടികൾക്ക് ഇപ്പോൾ ചോദിക്കാം. ഇപ്പോൾ നീ പറ ഋഷിക, നീ പറ, നിൻ്റെ ജീവിതം എങ്ങനെ ഉണ്ട്? പറയും. ഹൗ ഈസ് ലൈഫ് എന്ന് ചോദിക്കാണ്. ഈ ജീവിതം എങ്ങനെ ഉണ്ട് പറയും, മറുപടി. നീ പറ, ജീവിതം എങ്ങനെ ഉണ്ട്? അത് ശരി. കൊള്ളാമല്ലോ. അപ്പോൾ ഇനി നിങ്ങൾ പറയും, എന്താ നിങ്ങളുടെ ജീവിതം എങ്ങനെ പോകുന്നു? നിങ്ങളുടെ ജീവിതം എങ്ങനെ പോകുന്നു? അങ്ങനെ പറ്റ പോകാൻ പറ്റില്ല. ശരി. അത് സമയമായിപ്പോയില്ലേ? ശരി. അപ്പോൾ ഇപ്പോൾ പ്രശ്നം പറയാം. ഈ നിങ്ങളുടെ പിള്ളേർ നന്നായിട്ട് പറഞ്ഞു, പക്ഷേ ഇപ്പോൾ വലിയവർക്കാണ് പ്രശ്നം. നിങ്ങളുടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇല്ലേ? കുഴപ്പം ഇല്ല എന്ന് പറയാന്ന് വെച്ചാൽ അന്നത്തോടെ നമ്മുടെ ഇല്ല എന്നുള്ളത് നെഗറ്റീവ് മന്ത്രങ്ങളാണ് സംസാരം. മനസ്സിലായോ? അതുകൊണ്ട് ഇവിടെ പലരും സംസാരിക്കും അങ്ങനെയല്ല അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. നമ്മൾ പറഞ്ഞാൽ തിരിച്ചങ്ങനെ ഈ പറയുമ്പോഴേ അങ്ങനെയല്ല അല്ല എന്ന് വെച്ചാൽ എല്ലാം പ്രശ്നമാണ്. മനസ്സിലായോ? ശബ്ദത്തിനത്ര ഒരുപാട്. അതുകൊണ്ട് നമ്മൾ വന്ന് ശബ്ദം നല്ലതേ പറയാം. ഇപ്പോൾ കുട്ടികൾ നന്നായിരിക്കുന്നു പറഞ്ഞു, സൂപ്പർ. ഈ കുട്ടികൾ കുറെ കഴിയുമ്പോൾ എന്താവും? കുഴപ്പമില്ലാന്ന് പറയും. അവിടെ കുഴപ്പം ആരംഭിക്കും. മനസ്സിലായോ? ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ലാതെ പോവും. ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടാവും. അതാണ് സംസാരത്തിനകത്ത് യത് ഭാവം തദ്ഭവതിയാണ് കേട്ടോ. അടുത്ത പോയിന്റ്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് വരും. ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഭക്തി രാവിലെ എണീക്കണം, പ്രാർത്ഥിക്കുമ്പോൾ സന്തോഷമായി പ്രാർത്ഥിക്കണം. ഭഗവാനെ ഞാൻ പറഞ്ഞു കൊടുക്കുമല്ലേ 3 കാര്യങ്ങളാണ്. ഒന്ന്, രാവിലെ കണ്ണ് തുറന്ന് ഇരുന്ന സ്ഥലത്ത് പ്രാർത്ഥിക്കുക. ബെഡിൽ തന്നെ പ്രാർത്ഥിച്ചോളൂ. എങ്ങനെ പ്രാർത്ഥിക്കണം? ഞാൻ ഇഷ്ട ദൈവത്തിനെ വിചാരിച്ചിട്ട്, ഭഗവാനെ ഞാൻ ആരോഗ്യവതിയാണ്, സന്തോഷവതിയാണ്, സൗഭാഗ്യവതിയാണ്. 3 കാര്യം കേട്ടോ. തഥാസ്തു എന്ന് പറയുമ്പോൾ ആദ്യം പറയേണ്ടതാണ്. കണ്ണ് തുറക്കുന്നതിന് മുമ്പ് ആദ്യം പറയാം ആരോഗ്യവതിയാണ്, സന്തോഷവതിയാണ്, സൗഭാഗ്യവതിയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരോഗ്യമുള്ള ആളായി മാറി സന്തോഷവതിയായിരിക്കുകയാണ്. അതുപോലെ സൗഭാഗ്യം എല്ലാം ഉള്ള ഐശ്വര്യത്തിൻ്റെ ഇതായിരിക്കുന്ന പോലെ ഭാവന ചെയ്യണം. യത് ഭാവം തദ്ഭവതി. എന്ത് ഭാവിക്കുന്നോ അത് നടക്കും. ഇത് രാവിലെ എണീക്കുമ്പോൾ അയ്യോ എന്ത് ചെയ്യും, എങ്ങനെ പോകും, എൻ്റെ ഭർത്താവ് ഇങ്ങനെ ആയിപ്പോയല്ലോ, എൻ്റെ അടുത്ത വീട്ടുകാരിങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ചോദിച്ചാൽ പിന്നെ ഇവിടെ പ്രശ്നം. മനസ്സിലായോ? അതുകൊണ്ട് അവക്ക് ഇച്ചിരി വരികയാണ് ഋഷിക്ക്. കറണ്ട് പോയാൽ അതാണ് പോയിട്ടുണ്ടെങ്കിൽ സമാനമായില്ലേ? അപ്പോൾ അതാണ് കാര്യം. ഓക്കെ, ഇത് ഒന്ന് മനസ്സിലാക്കിക്കോളൂ. ഇത് ഒരു പ്രശ്നം. ഇപ്പോൾ പ്രശ്ന പരിഹാരമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ലേറ്റായാലും സാരമില്ല. മനസ്സിലായി? കഷ്ടപ്പെടാതെ എല്ലാം ജീവിതത്തിൽ സുഖമായിട്ടിരുന്നിട്ടൊന്നും കഷ്ടങ്ങൾ എത്തിക്കാൻ പറ്റും കേട്ടോ. നമുക്ക് സൗകര്യമായിരിക്കണം. അല്ല കുറേ കഷ്ടപ്പെടണം, നല്ല കിട്ടാൻ കുറച്ച് കഷ്ടപ്പെടണം. രണ്ടാമത്തെ കാര്യം, ഭഗവാൻ ഇഷ്ടപ്പെട്ട, ഞാൻ ഭാഗവതി പറഞ്ഞിട്ടുണ്ട്. ഭാഗവതി പറഞ്ഞാണ്
നീ വന്ന് കർമ്മനിരതനാവൂ. ചുമ്മാ ഇരുന്നവനെ വർക്ക് ചെയ്യുന്ന അതുപോലെ ഭഗവാൻ ഇഷ്ടം നമ്മൾ പ്രവർത്തിക്കണം, ഭഗവാന് വേണ്ടി പ്രവർത്തിക്കണം. അതാണ് പറയുന്നത്. ഭഗവാൻ അറിയാം എന്നെ ഞാൻ സന്യാസിയായാൽ ഇപ്പോൾ എനിക്ക് വേറെ ഒന്നുമില്ലല്ലോ. സർവ്വതാ ആശ്രമത്തിൽ പണ്ടെല്ലാം ആളുകൾ വരാനും ഇപ്പോൾ നിറയെ പേര് വരാൻ ആരംഭിച്ചു, പല കാര്യങ്ങൾ ആരംഭിച്ചു. ഇപ്പോൾ ഒരു സ്റ്റുഡൻസ് ഇത് ആരംഭിച്ചിരിക്കുകയാണ്, പിള്ളേർക്ക് വേണ്ടി ഒരു ക്ലാസ്. അതായത് ശ്രീരാമാനന്ദ യങ് അച്ചീവേഴ്സ് ഒക്കെ ആർമി എന്ന് പറഞ്ഞ് ആരംഭിച്ച് ഇപ്പോൾ 25 പിള്ളേർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാം മാസത്തിലൊരു ട്രെയിനിങ് കൊടുത്ത് പിള്ളേർക്ക് എങ്ങനെ പഠിക്കണം, എങ്ങനെ വന്ന് എക്സാം എഴുതണം, പിന്നെ എങ്ങനെ വന്ന് സംസാരിക്കണം, എങ്ങനെ മറ്റുള്ളവർക്ക് പെരുമാറണം, എങ്ങനെ സ്വഭാവം എല്ലാം എങ്ങനെ ഉണ്ടാക്കണം, അതിലുള്ള ട്രെയിനിങ് ഇതെല്ലാം ഇപ്പോൾ നടക്കുകയാണ്. അപ്പോൾ ഭഗവാൻ അറിയാം എന്നെ വന്ന് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ ഞാൻ എന്ത് ചെയ്യും, നല്ലത് ചെയ്യും എന്നുള്ള ഭഗവാൻ ഉറപ്പുകൊണ്ട് ഭഗവാൻ ഇറങ്ങി വന്ന് എന്നെ രക്ഷപ്പെടുത്തി. പരോപകാരാർത്ഥം ഇതം ശരീരം. എപ്പോഴാണ് നിങ്ങളുടെ വന്ന് മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുന്നോ അപ്പോൾ പുണ്യം കയറും. മറ്റവർക്ക് ദ്രോഹം ചെയ്യുമ്പോൾ ഇരിക്കുന്ന പുണ്യം പോയി പാപം കയറും. അപ്പോൾ ചെയ്ത പാപത്തിനെ കുറയ്ക്കാൻ ഒരേ വഴി വെച്ചാൽ കർമ്മം കൊണ്ടേ ചേർക്കാൻ പറ്റും. അപ്പോൾ ഇതിന് സത്കർമ്മങ്ങൾ, നല്ല കാര്യങ്ങൾ പറയുക, നല്ല ചെയ്യുക. അതിൽ ഉത്തമമായ കർമ്മം എന്താണ്? ഭഗവാനെ പറ്റി പറയുക. അതൊക്കെ അവരെല്ലാം പറയുന്നുണ്ട്. എവിടെ പോയാലും അവരെ ഭഗവാനെ പറ്റി പറയും, നമ്മളാണ് പറയാത്തത്. എവിടെ പോയാലും അതിനെപ്പറ്റി പറയുക. ആത്മീകത്ത്, അതായത് ദാനം, അന്നദാനം ചെയ്താൽ പുണ്യം കിട്ടും. അതിനെക്കാട്ടി 100 മടങ്ങ് പവറാണ് എന്ത്? ആത്മജ്ഞാനം, ജ്ഞാനദാനം. എല്ലാം അങ്ങനെ പോണവരെല്ലാം വരൂ, നമ്മുടെ അമ്പലത്തിൽ വരൂ, അല്ലെങ്കിൽ ആശ്രമങ്ങളിൽ വരൂ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാം, സത്സംഗം നടത്താം. അങ്ങനെയെല്ലാം കൊണ്ടുവരുമ്പോൾ ഓട്ടോമാറ്റിക്കാണ് ഭഗവാൻ അതാണ് ഇഷ്ടം. അവിടെയാണ് ഭഗവാൻ ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ കാണിക്കും. ചുമ്മാ പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, ഇങ്ങനെ ഭഗവാന് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചാൽ ഭഗവാൻ നമുക്ക് വേണ്ടി. ഇത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ. ഭഗവാന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ സ്വാർത്ഥത ഉള്ളവർക്ക് ഒന്നും നടക്കില്ല. എൻ്റെ കുടുംബം, എൻ്റെ ഇതം ഒക്കെ പരോപകാരാർത്ഥം ഇതം ശരീരമാണ്. മനസ്സിലായോ? ആരാണ് ഈ ലോക സമസ്ത സുഖിനോ ഭവന്തുവാണ്. ആരാണ് മറ്റവർക്ക് വേണ്ടി വന്ന് ഒക്കെ കാര്യങ്ങൾ ചെയ്യുന്നോ ഭഗവാൻ അവിടെ ഉണ്ട്. അത് ആത്മീയത്തിലാണെങ്കിൽ ഭഗവാൻ ഉറപ്പായി നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറ്റി നിങ്ങൾക്ക് സന്തോഷമായും സൗഭാഗ്യമായിട്ട ജീവിതം ഉറപ്പാണ്. ഓക്കെ, അപ്പം പറഞ്ഞു, നല്ല ഭക്തി ഉണ്ടാവണം. ഒരിക്കലും ഒന്നിനും കുറ്റം പറയാൻ പാടില്ല. നിങ്ങളുടെ വീട്ടിലും ഉള്ളവരെ കുറ്റം പറയാൻ പാടില്ല. മറ്റേ കുറ്റം കുറവുകളെ പറഞ്ഞാലേ നെഗറ്റീവാണ്. എപ്പോഴുമേ നല്ലതേ കാണൂ, നല്ലതേ ചിന്തിക്കൂ, നല്ലതേ പ്രവർത്തിക്കൂ. എല്ലാം ഭഗവാൻ ഇഷ്ടമുള്ള കാര്യമാണ്. ആരെ കുറ്റം പറയാൻ പാടില്ല. വല്ലവരും നമുക്ക് പ്രശ്നം തന്നാൽ കൂടെ എന്താ അറിയോ, അവർക്ക് വന്ന് ഇത് പറഞ്ഞിരിക്കുകയാണ്. എന്താ വെച്ചാൽ അവർക്ക് തിരികെ നമ്മുടെ അങ്ങോട്ട് എന്തെങ്കിലും ചെയ്യാൻ നല്ലത് ചെയ്യണം. കാരണം വല്ലവരും നമുക്ക് പ്രശ്നം തരും, നിങ്ങളുടെ ഭർത്താവ് വന്ന് നിങ്ങൾ അടിക്കാണെന്ന് വെച്ചോളൂ, ചുമ്മാ വെച്ചോളൂ. അങ്ങനെ അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ സന്തോഷമായി അടി വാങ്ങിച്ചോളണം. കാരണം ഓക്കെ, എന്തിന് വെറുതെ തിരികെ അടിക്കാൻ പോയാൽ വലിയ പ്രശ്നമാകും കേട്ടോ. അപ്പോൾ ഏതായാലും അടി കിട്ടും. അയ്യോന്ന് വിളിച്ച് വലിയ പ്രശ്നമാക്കാൻ എന്ത് ചെയ്യണം? ഇത് എൻ്റെ കർമ്മമാണ്, ഇദ്ദേഹത്തിന് പോയ ജന്മം ഞാൻ അടിച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? അത് തിരികെ കിട്ടുന്നു. അത് ഭാഗ്യ അത് പ്രസാദം. ഓക്കെ, എന്ത് അനുഭവിക്കുന്നോ അത് ഭഗവാൻ നമുക്ക് വേണ്ടി കൊടുത്ത കർമ്മഫലമാണെന്ന് വിചാരിച്ച് അക്സെപ്റ്റ് ചെയ്താൽ അവിടെ പ്രശ്നമില്ല. മനസ്സിലായോ? അപ്പോൾ ഒന്നും തിരിച്ച് ചെയ്താൽ കർമ്മം വീണ്ടും ജനിക്കും. വീണ്ടും ജനിക്കുകയാൽ കർമ്മം കൂടിപ്പോകും. അതുകൊണ്ട് പ്രതികരിക്കാതെ, അതായത് അധർമ്മത്തിന് പ്രതികരിക്കാം, മറ്റു കാര്യങ്ങളെല്ലാം വരുമ്പോൾ പ്രതികരിക്കാതിരുന്നാൽ ആ കർമ്മം കുറയുന്നുള്ളതാണ് ശാസ്ത്രം. അതുകൊണ്ടാണ് വലിയ ശത്രുക്കളെ നമ്മുടെ മക്കളാ വരുമെന്ന് പറയുന്നു. കാരണം വെച്ചാൽ മക്കളെ വെറുക്കാൻ പറ്റുമോ? മക്കളെ വെറുക്കാൻ പറ്റില്ലല്ലോ. അതാണ് അങ്ങനെ അതിൻ്റെ കാര്യം. ഭഗവാൻ ആവശ്യം ഇവിടെ നമ്മളെല്ലാം എല്ലാവരും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും പരസ്പരം ബഹുമാനിച്ചും ക്ഷമയോടെ ജീവിക്കുന്നതാണ്. അതിന് ഈ അറിവ് വേണം കേട്ടോ. അതുകൊണ്ട് നടക്കുന്നതെല്ലാം നമ്മൾ പോയ ജന്മം ചെയ്യേണ്ട ഫലങ്ങളാണെന്നും ഇതിലാരും നിങ്ങളുടെ മരുമകൾ അതിന് ഉത്തരവാദിയല്ല. നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ കേട്ടോ, നിങ്ങളുടെ മരുമകനോ അല്ല അമ്മയോ അല്ല പ്രശ്നം, നമ്മൾ ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ട് ഒന്നിനെയും കുറ്റം പറയാതെ എല്ലാം ഭഗവാൻ അനുഗ്രഹം കൊണ്ട് ഞാൻ നന്നായിരിക്കും വിചാരിച്ചാൽ എല്ലാം നന്നായി. ഒന്ന് ആ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് സീരിയൽ കാണരുത്, മോശമായ കാര്യങ്ങൾ ചെയ്യരുത്. ചെയ്താലെല്ലാം ഫലമുണ്ട്. എല്ലാം ഒരു നിമിഷം എല്ലാം റെക്കോർഡായിക്കൊണ്ടിരിക്കുകയാണ്. ആ റെക്കോർഡ് വന്ന് ഒരു തെറ്റില്ല, അതനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതം. മനസ്സിലായോ? പിന്നെ ഒന്ന് പറഞ്ഞ് നിർത്തിക്കാം. ഈ പിള്ളേരെ എല്ലാം നന്നായിട്ട് കൊണ്ടുവരാൻ അമ്മ വിചാരിച്ചാൽ പറ്റും. ഒരമ്മ വിചാരിച്ചാൽ ഏത് കുട്ടികളെയും ടാപ്പാക്കാൻ പറ്റും. പഠിക്കാത്ത കുട്ടികളെ പഠിക്കുന്ന കുട്ടികളെ മാറ്റാൻ പറ്റും.
ഓക്കെ അനുസരണമില്ലാത്ത കുട്ടികളെ അനുസരണമുള്ള കുട്ടികളെ മാറ്റാൻ പറ്റും. അതിന് 2 കാര്യം ചെയ്യണം. അമ്മമാർക്കേ ആ ശക്തിയുള്ളൂ. അമ്മമാർ രാവിലെ എണീച്ചോടനെ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞില്ലേ, എണീച്ചോടനെ പ്രാർത്ഥിക്കണം. കണ്ണ് തുറക്കുന്നതിന് പ്രാർത്ഥിക്കണം. ഭഗവാനെ, ഞാൻ ആരോഗ്യവാനാണ്, സന്തോഷവാണ്, സൗഭാഗ്യവാൻ. ആ സന്തോഷം ആരോഗ്യം നമ്മൾ ഫീൽ ചെയ്യണം കേട്ടോ. സന്തോഷമായി പറഞ്ഞ മുഖത്തിൽ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കരുത്. സന്തോഷമായിരിക്കണം എന്ന് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ എന്ത് ചെയ്യണം, നിങ്ങളുടെ കുട്ടികൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന എനിക്ക് സാരമില്ല, അവർ തലയിൽ ഇവിടെ കൈവച്ച് നിങ്ങളുടെ അനുഗ്രഹിക്കണം. മനസ്സിലായോ? സന്തോഷത്തോടെ ഭഗവാനെ എൻ്റെ കുട്ടിക്ക് എന്ത് വേണോ അനുഗ്രഹം കൊടുക്കുക. ഒരു അമ്മ വിചാരിച്ചാൽ അങ്ങനെ നിങ്ങളുടെ എനർജി അകത്തിറങ്ങും, കുട്ടി താനായിട്ട് മാറും. അതുകൊണ്ടാണ് പണ്ടേ വന്ന് ആയുഷ്മാൻ ഭവ, വിജയി ഭവ, മനസ്സിലായോ, ചിരഞ്ജീവ എല്ലാം പറയാൻ അതിൽ ഭാരമുണ്ട്. ശക്തി വാർത്തകൾക്ക് അത്ര പവറുണ്ട്, മനസ്സിലായോ? അപ്പോൾ അത് വന്ന് ചെയ്താൽ കാര്യങ്ങൾ മാറും. ഗാന്ധാരി മകന് വന്ന് പറഞ്ഞില്ല. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഗാന്ധാരി മറ്റും അവന് വന്ന് വിജയ് ഭവൻ എന്ന് പറഞ്ഞാൽ ആരും അവനെ കൊല്ലാൻ പറ്റില്ല. മനസ്സിലായോ? ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. നമുക്ക് സമയമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ ഇനിയിപ്പോൾ കാട് പോലെ എനിക്ക് വീട്ടിൽ പോകണ്ടേ, അതുകൊണ്ടാണ്. വാൽമീകി രാമായണമാണോ നമ്മൾ വായിക്കേണ്ടത്, അല്ല എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് രാമായണമാണ്? എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് വന്ന് ഭക്തിയെ കൊണ്ട് അതിൽ നിറയെ കാര്യങ്ങൾ അയാൾ മാറ്റി കളഞ്ഞു. ഭക്തിയാണ് അവിടെ. രാമനെ വന്ന് അങ്ങനെ ഭക്തി സ്വരൂപനെ കണ്ടതാണ് എഴുത്തച്ഛൻ. അതുകൊണ്ട് അവിടെ രാമൻ്റെ ഒരു വാല്യൂ കുറയാൻ ഒരിക്കലും അനുവദിച്ചില്ല. അതുകൊണ്ട് ഒരു നെഗറ്റീവ് ഒന്നും അവിടെ കാണില്ല. പക്ഷേ രാമായണത്തെ അങ്ങനെയല്ല, അവിടെ ഒറിജിനലാണ്, ഉള്ളത് അങ്ങനെ. അതുകൊണ്ട് എഴുത്തച്ഛനാണ് ബെറ്റർ. എന്തിന് നിങ്ങൾക്ക് എഴുത്തച്ഛൻ മതിയെന്നേ, അതെ, എന്തിനാ അതിനെ പോയി ചോദിക്കും. ഓക്കെ, അത് മതി. അപ്പോൾ അത് മതി, അറിഞ്ഞു മതി, ഒന്നും പ്രശ്നമില്ല. വേറെ വല്ലതും ചോദ്യമുണ്ടോ? ആർക്കും വല്ല പ്രശ്നം ചോദ്യമുണ്ടോ? രണ്ടാമത്തെ കാര്യം, പിള്ളേർക്ക് അസുഖമാണോ അല്ല പിള്ളേർ ഇന്നും ശരിയാവണോ? ഇനി രണ്ടാമത്തെ മെത്തേഡ് വെച്ചാൽ പിള്ളേർ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ ധ്യാനം ചെയ്യണം. ധ്യാനം വെച്ചാൽ വേറെ വലിയ പ്രശ്നമൊന്നുമില്ല. കുറച്ച് കണ്ണുമൂടി ഇരുത്തി ശ്വാസത്തെ ശ്രദ്ധിക്കുക, ഭഗവാനെ വിചാരിക്കുക. ഭഗവാന്റെ ഇന്ന് ഒരു വെളിച്ചം അങ്ങനെ വന്ന് കുട്ടിയുടെ തലവഴിയാറ്റ് ശരീരത്തിലെല്ലാം പോയിട്ട് ആ വെളിച്ചം വന്ന് ബ്ലെസ് ചെയ്തതുപോലെയും. അപ്പോൾ കുട്ടിയുടെ അടുത്ത് മനസ്സിൽ സംസാരിച്ചോളൂ. എന്ത് വേണോ, എന്ത് മാറ്റം വേണോ അത് നിങ്ങൾ മനസ്സിൽ സംസാരിച്ചാൽ മതി. ഓട്ടോമാറ്റിക്കാണ് അവിടെ മാറും. മനസ്സിലായോ? ആ മനസ്സിൽ വന്ന് അത്രയും ശക്തിയുണ്ട്. അറിയോ, നമ്മുടെ ദൈവം അകത്തല്ലേ ഇരിക്കുന്നത് അല്ലേ? അഹം ബ്രഹ്മാസ്മി തത്വമസി ഇല്ലേ? തത്വമസി അല്ലേ? വേറെ അല്ല, ഇവിടെയാണ് ഇരിക്കുന്നത്. അതാണ് അങ്ങനെ ഇരിക്കുമ്പോഴേ നിങ്ങൾ വായോന്ന് വിളിക്കൊന്നും വേണ്ട, അകത്ത് എല്ലാം കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. പറഞ്ഞാൽ മതി, എൻ്റെ കുട്ടി ഇങ്ങനെ വരട്ടെ ഭഗവാനെ എന്ന് ആശ്വസിച്ചാൽ അതുകൊണ്ട്. അതുകൊണ്ട് പല കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. ജീവിതത്തിൽ നന്നായിരിക്കാൻ പറ്റും, സന്തോഷമായിരിക്കും. ഓക്കെ, എല്ലാ സൗഭാഗ്യങ്ങളും സന്തോഷവും ആരോഗ്യം നിങ്ങൾക്കെല്ലാം കിട്ടും. അതിൽ വേറെ ഉറപ്പുമില്ല. പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിച്ചുകൊള്ളുക. അതിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ ഇവിടെ അടുത്തല്ലേ, വലിയ ദൂരമില്ല ആശ്രമം. ശ്രീരാമാനന്ദ ആശ്രമം ചെങ്കോട്ടുകാവ് വരിക. എന്ത് ചോദ്യമാണെങ്കിലും ചോദിച്ചോളൂ. എല്ലാത്തിനും എന്ത് പ്രശ്നത്തിനും പരിഹാരമുണ്ട്. ഓക്കെ, പരിഹാരം ഇല്ലാതെ ഒരു ഇതും ഈ ലോകത്തില്ല. ഒരു പൂട്ടുണ്ടെങ്കിൽ അതിന് താക്കോലുണ്ട്. താക്കോലില്ലേ? ചാവി ഇല്ലേ? ചാവിയുണ്ട്. ചാവിയിൽ ആരെയും പൂട്ട് ചെയ്യുമോ? കറക്റ്റാக ചാവി ഇട്ട് തുറക്കാം. ഈ ചാവിയെ തേടിക്കൊണ്ടിരുന്നാൽ പിന്നെ എവിടെ തുറക്കാൻ പറ്റും? അതുകൊണ്ട് എല്ലാത്തിനും പരിഹാരമുണ്ട്. ഓക്കെ, അങ്ങനെ ഈ നിങ്ങളെല്ലാം ഈ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സന്തോഷവും സമാധാനമായിരിക്കണം. ഈ എന്നെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്ന നമ്മുടെ രജി ഷൺമുഖം അല്ലേ, അദ്ദേഹത്തിന് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്കും ഓക്കെ, ആ കുടുംബത്തിനും നിങ്ങളുടെ എല്ലാ കുടുംബത്തിലും പല നല്ലതുകൾ ഭഗവാൻ കൊണ്ടുവരട്ടെ, നടക്കട്ടെ. നടന്ന് നിങ്ങളെ സന്തോഷമായിട്ടും ആരോഗ്യമായിട്ടും ഇരിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. ഇതെന്നെ വിളിച്ചുകൊണ്ട് വന്ന ഇത് അശോകനാണ്, അവിടുത്തെ രാമാനന്ദ ആശ്രമം ഓക്കെ, അവിടുത്തെ ഒരു കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹം വന്ന് അദ്ദേഹത്തിന് ഓം നമോ നാരായണ. ഓക്കെ ഓക്കെ നാരായണ നാരായണ. അതാ ഭഗവാൻ. അവിടെ 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 ഓം നമോ നാരായണ. Asmita.